ഒരു ഏതൊരു ആക്ടിവിറ്റിക്കും, ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി ആണെങ്കിലും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആണെങ്കിലും ഇതിനെല്ലാം ഒരു എൻവയോൺമെന്റൽ ഫുട് പ്രിന്റ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഇന്ന് നമ്മളുടെ കൃഷിസ്ഥലം എന്ന് പറയുന്നത് ഒരു കാലത്ത് കാടായിരുന്നല്ലോ, അല്ലെങ്കിൽ തടാകമായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ പുതിയ കാര്യങ്ങൾക്ക് മാത്രമല്ല പഴയ കാര്യങ്ങൾക്കും ലാൻഡ് കൺവേർട്ട് ചെയ്യുന്നു, അതിനൊരു ഫുട് പ്രിന്റ് ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആക്ച്വലി എക്സേർട്ട് എ ഫുട് പ്രിന്റ്. ആൻഡ് ദ മോർ വി കൺസ്യൂം നമുക്ക് കൂടുതൽ ഫുട് പ്രിന്റ് എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇൻക്ലൂഡിങ് ഇൻ കേരള എന്താണ് സംഭവിക്കുന്നത് പറയുകയാണെങ്കിൽ, പണ്ട് നമ്മളുടെ എക്സിസ്റ്റൻസിന്റെ ഫുട് പ്രിന്റ് നമ്മളുടെ ചുറ്റും തന്നെയായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്ന പാടം നമ്മളുടെ വീടിന് മുമ്പിലായിരുന്നു. ഇന്ന് ആ പാടം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആന്ധ്രയിലായിരിക്കാം, ഒരുപക്ഷെ ഓസ്ട്രേലിയയിലായിരിക്കാം. നമ്മളുടെ ഇപ്പോൾ കേരളത്തിലേക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഗോതമ്പൊക്കെ വരുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലാൻഡ് ഫുട് പ്രിന്റ് ഹാപ്പനിങ് സംവെയർ എൽസ്. അപ്പോൾ എൻവയോൺമെന്റ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും ഉണ്ടാകും. സിൽവർ ലൈൻ ആണെങ്കിലും ടണലാണെങ്കിലും അതിനെല്ലാം ഒരു എൻവയോൺമെന്റൽ ഫുട് പ്രിന്റ് ഉണ്ട്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? അതിന് ഉണ്ടാകുന്ന പരിസ്ഥിതിയുടെ നാശം അല്ലെങ്കിൽ നഷ്ടം എത്രമാത്രം കുറയ്ക്കാനായിട്ട് സാധിക്കും? ഏറ്റവും മിനിമലായിട്ട് പരിസ്ഥിതി ഡാമേജോടെ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, ആ മിനിമൽ ഡാമേജോടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചാൽ അത് നമുക്കുണ്ടാകുന്ന ലാഭവുമായിട്ട് വെച്ച് നോക്കിക്കഴിയുമ്പോൾ അത് കോസ്റ്റ് ബെനിഫിറ്റ് ആണോ സോഷ്യലി സ്പീക്കിംഗ്? മൂന്നാമത്തെ ചോദ്യം, ഇത് സോഷ്യലി, പക്ഷെ ലോക്കലി അവിടെ ഒരു വീടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. അവർക്ക് വ്യക്തിപരമായിട്ടുള്ള നഷ്ടം വരുന്നു. ആ നഷ്ടം കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നഷ്ടം സഹിക്കുന്ന അവർക്കും ലാഭം കിട്ടുന്നത് മൊത്തം സമൂഹത്തിനുമാണ്. അപ്പം മൊത്തം സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഈ അഫക്റ്റ് ചെയ്ത ആളുകൾക്ക് ഉള്ള സഹായം, റിഹാബിലിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാം ഉണ്ടായത്. ഇപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തണ്ണീർത്തടങ്ങൾ അത് മാറ്റിയതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടായിട്ടുണ്ട്. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോകേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്കുണ്ടായിരുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ ആ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ബന്ധങ്ങൾ മാറി. ഇപ്പോൾ തന്നെ ഈവൻ ആഫ്റ്റർ ദാറ്റ് ലാൻഡ് പ്രൈസ് കൂടിയതോടെ അവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകൾ ആ സ്ഥലം വിറ്റ് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറുന്നത്. അപ്പം നമ്മളുടെ അയൽ ബന്ധങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം പോകുന്നു. അപ്പം ഇതൊരു സോഷ്യൽ പ്രോസസ്സാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ സിൽവർ ലൈനിനെ സപ്പോർട്ട് ചെയ്തൊരു ആളാണ് ഞാൻ, എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അത് ഈ പ്രോജക്റ്റിനെ പൂർണ്ണമായിട്ടും പഠിച്ച് പൂർണ്ണമായിട്ടും പരിസ്ഥിതി നാശം ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമല്ല, പക്ഷേ ആ മിനിമൽ പരിസ്ഥിതി നാശത്തോടെ ഒരു ഹൈസ്പീഡ് റെയിൽ കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടും ഉണ്ടാക്കാൻ പോകുന്നതാണെന്ന് ഓൾമോസ്റ്റ് certain ആയതുകൊണ്ട് at some point of time it may happen in 2030, 2040, 2050, but high speed rail connectivity in Kerala will happen for sure. And then അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ എക്കണോമിക് ആയിട്ടും സോഷ്യലായിട്ടും ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുകൊണ്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻവയോൺമെന്റൽ ഫുട് പ്രിന്റ് പരമാവധി കുറയ്ക്കണം. അതുകൊണ്ട് നഷ്ടം പറ്റുന്ന ആളുകൾക്ക് സൊസൈറ്റി വേണ്ട തരത്തിൽ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വ്യൂ ആ വിഷയത്തിൽ.